ഹലോ എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്നത് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് വേണ്ട പ്രേക്ഷകർക്ക് ആൻഡ് സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 എവിടെ പിക്ക് എ കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് അലൈൻമെൻ്റ് ആണ്. ഓക്കെ, അലൈൻമെൻറ്റ് നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതുമായിട്ട് നിങ്ങളുടെ എനർജി അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറെ ഓപ്ഷൻസും ലഭിക്കുന്നതാണ്. ഓക്കെ, സക്സസിൻ്റെ എനർജിയാണ്, പക്ഷേ എനർജി ഉണ്ട്. ആ എനർജിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതാണ് ഇവിടെ വേണ്ടത്. സോ അതിനു വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്ഷൻസ് നന്നായിട്ട് ആലോചിക്കുക. ബിക്കോസ് പ്രേക്ഷകർക്ക് ഏറെ ആൾക്കാർ സപ്പോർട്ടിനുണ്ട്, ഏറെ ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷേ ആ ആൾക്കാരിൽ ചിലർ നിങ്ങളുടെ സപ്പോർട്ടിലുള്ള ആൾക്കാരല്ല. പ്രേക്ഷകർ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഹാർട്ട് ചക്ര ഓപ്പണിംഗ് ചെയ്യേണ്ടതുണ്ട്. ഹാർട്ട് ചക്ര സബ്ലിമൽ കേൾക്കുകയോ യം എന്ന ബീജമന്ത്രം ചൊല്ലുകയോ ചെയ്യുക. ഓക്കെ, ബിക്കോസ് അത് റെപ്പറ്റേറ്റീവ് മോഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രേക്ഷകരുടെ തോട്ട്സ്, പ്രേക്ഷകരുടെ മനസ്സ് ഓക്കെ പ്യോറാക്കി വെക്കൂ എന്നതും പറയുന്നുണ്ട്. ഓക്കെ, വളരെ പ്യോർ രീതിയിൽ, ദാറ്റ് ഈസ് മറ്റാൾക്കാർക്ക് ദ്രോഹങ്ങൾ വരണം എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അങ്ങനെ കിട്ടണം എന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡേ വേണ്ട. ഓക്കെ, എല്ലാം സറണ്ടർ ചെയ്യുക ആൻഡ് പ്യോർ തോട്ട്സ് വെക്കുക. ദാറ്റ് എന്ത് സംഭവിച്ചാലും നല്ലതിന് മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ള തോട്ട്സ് വെക്കാനാണ് ഇവിടെ പറയുന്നത്. പ്രേക്ഷകരോട് ഇതും പറയുന്നുണ്ട്, ദാറ്റ് നിങ്ങളുടെ ഇതുവരെയുള്ള വിജയം ഓക്കെ അതിനെയും നിങ്ങൾ എന്തും ചെയ്യുന്നു, അത് കരിയർ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, നിങ്ങളൊരു ദിവസേന ചെയ്യുന്ന ജോലികൾ ഓക്കെ ആ ജോലികൾ അഭിമാനം കൊള്ളൂ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മറ്റൊരാൾ വന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ യെസ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്രയും അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, വീട്ടിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നവർ നിങ്ങൾ എന്തൊക്കെ അച്ചീവ്മെൻ്റ് ആണ് ചെയ്യുന്നത് ഓക്കെ അതിനെ വളരെ പ്രൗഡ്ലി പറയൂ എന്നതാണ് പറയുന്നത്. ബിക്കോസ് ഇവിടെ എവിടെയോ പ്രേക്ഷകർ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഹാർഡ് വർക്കിൽ നിങ്ങൾക്ക് ആ സംതൃപ്തി വരുന്നില്ല. കാരണം അത് നിങ്ങളുടെ ലൈഫിൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ആണ് നിങ്ങൾക്ക് പോകുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ വിജയത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം കറക്റ്റാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ അച്ചീവ്മെൻറ്റോ ഇന്നലെ ചെയ്ത പോലെ അല്ലായിരിക്കും ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അവിടെ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. സോ ആ ഇംപ്രൂവ്മെൻറ്റിനെ അക്നോളജ് ചെയ്യൂ എന്നാണ് പറയുന്നത്. Now, 2 of Pentacles ആണ്. 2 of Pentacles means definitely juggling ആണ്. ഓക്കെ, സാമ്പത്തിക സോഴ്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടാകാം. ഓക്കെ, ചിലർക്ക് 2 സാമ്പത്തികവും നോക്കി നടത്താനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാകാം. 5 of Cups ആണ്. എവിടെയോ പ്രേക്ഷകരുടെ മനസ്സിൽ ഗിൽട്ട് ഓക്കെ എവിടെയോ ഗിൽട്ട് ഉണ്ട്. ആ ഗിൽട്ടാണ് പ്രേക്ഷകരുടെ ലൈഫിൽ സ്ട്രഗിൾസ് കൊണ്ടുവരുന്നത്, പെർട്ടിക്കുലർലി മണി റിലേറ്റഡ്. സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഗിൽട്ട് ഉണ്ടോ ഓക്കെ നിങ്ങൾക്ക് പോയി മാപ്പ് ചോദിക്കാമെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ വിട്ടേക്കുക. അതൊരിക്കലും നിങ്ങളെ ഹാം ചെയ്യാൻ വരില്ല. ഓൾറൈറ്റ്, സോ ഇവിടെ പറയുന്നത് ഗിൽട്ട് പ്രോസസ്സിനെ എടുത്തു മാറ്റൂ, റിഗ്രറ്റിനെ എടുത്തു മാറ്റൂ. ഗിൽട്ട് എപ്പോൾ പ്രേക്ഷകരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു ആ സമയത്താണ് പ്രേക്ഷകരുടെ ലൈഫിൽ അബണ്ടൻസ് നിറയുന്നത്. ഓക്കെ, ഗോഡസ് ലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഏറെയുണ്ട്. നിങ്ങൾ ഹിന്ദുക്കളല്ല എന്നുണ്ടെങ്കിൽ ഗോഡസ് അബണ്ടൻഷ്യ, ഗോഡസ് ഫോർച്യൂണ ഓക്കെ മണി ഗോഡ്, വെൽത്ത് ഗോഡിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെയുള്ള പ്രേക്ഷകരാണ്. പക്ഷേ ആ ഒരു ലക്ഷറി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ മനസ്സിൽ എവിടെയോ റിഗ്രറ്റ് ആൻഡ് ഗിൽട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ റിഗ്രറ്റ് ആൻഡ് ഗിൽട്ട് ആണ് വലിയൊരു ബ്ലോക്കേജ് പ്രേക്ഷകരുടെ മനസ്സിൽ. ഓക്കെ, സോ അതിന് തന്നെ മണി ഹീലിംഗ് ചെയ്യുക, ഓൾറൈറ്റ്, ഓർ റൂട്ട് ചക്ര ഹീലിംഗ് ചെയ്യുക.
ഓൾ റൈറ്റ്, സോ നെക്സ്റ്റ് കാർഡ്സ് നോക്കാം. പ്രേക്ഷകരോട് പറയുന്നുണ്ട് ദാറ്റ് നിങ്ങളുടെ അഡിക്ഷൻ, ഓക്കെ, ചിലർക്ക് ദേഷ്യമാണ്, ചിലർക്ക് സങ്കടമാണ്, ചിലർക്ക് ടി വി ഓർ മൊബൈൽ അഡിക്ഷനാണ്, ചിലർക്ക് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അഡിക്ഷനാണ്, ഓക്കെ. ആൻഡ് ചിലർക്ക് ഓവർ തിങ്കിങ് ഏറെയുണ്ട്, ഓക്കെ. സോ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ഓവർ തിങ്കിങ്, ഈ അഡിക്ഷൻ എടുത്ത് മാറ്റാൻ ശ്രമിക്കൂ. യെസ്, ടൈം എടുക്കുന്ന കാര്യമാണ്, പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്ന കാര്യമല്ല. പക്ഷേ ടൈം എടുത്താണെങ്കിലും പതുക്കെ ഈ അഡിക്ഷനിൽ നിന്ന് മാറും, ഓക്കെ. ബിക്കോസ് ഈ അഡിക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേഗതയെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഓക്കെ. സോ ഈ വേഗത നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ മൂവ് ഓൺ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡിക്ഷൻ മാറ്റണം എന്നുള്ളത് ഉറപ്പാണ്. ബാറ്റ്സ് ഏറെ കാണുന്ന പ്രേക്ഷകർ, ഓക്കെ. സോ നിങ്ങൾ ബാറ്റ് രാത്രികളിൽ അല്ലെങ്കിൽ സന്ധ്യകളിൽ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആൻസിസ്റ്റേഴ്സ്, ഓക്കെ, ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ദേ വോണ്ട് ടു ടെൽ യു സംതിങ്. ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. സോ നിങ്ങൾ വവ്വാലിനെ കാണുമ്പോൾ, ഓക്കെ, അത് നിങ്ങൾ കാണുകയാണെങ്കിൽ, എന്നും കാണുന്നവരോടല്ല ഈ പറയുന്നത്, ഓക്കെ, യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ വവ്വാലിനെ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റൻഷൻ വെക്കാം ദറ്റ് എന്താണോ ആൻസിസ്റ്റേഴ്സിന് എന്നോട് പറയാനുള്ളത് ഞാനത് അറിയട്ടെ, ഓക്കെ. പ്രേക്ഷകരോട് പറയുന്നത് ഓരോ സ്റ്റെപ്പും സ്ലോ ആക്കി എടുക്കൂ. നിങ്ങൾ എവിടെയോ ലൈഫിൽ ഏറെ വേഗത കൊണ്ടുപോവുകയാണ്. സോ ഇന്നത്തെ ദിവസം എന്ത് കാര്യം ചെയ്താലും അത് നന്നായി ആലോചിച്ച് പെതുക്കി എടുക്കാൻ നോക്കൂ, വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ നോക്കൂ, ഓക്കെ. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ശരിയാവില്ല എന്നത് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകുന്നതാണ്. അതിനെ കട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക, ഓക്കെ. അഫർമേഷൻസ് ആണ്. ദ കീ ടു ഗെറ്റിംഗ് വാട്ട് ഐ വോണ്ട് ഈസ് ടു ആസ്ക് ഫോർ ഇറ്റ്. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ, പ്രേക്ഷകർക്ക് എന്ത് ആഗ്രഹമുണ്ടോ, ആ ആഗ്രഹം ഇൻറ്റൻഷൻ വെക്കുക ആൻഡ് ദൈവത്തിനോട് പറയുക, ഓക്കെ. നിങ്ങൾ ഇൻറ്റൻഷൻ വെക്കുക ദാറ്റ് എനിക്ക് ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലൈഫിൽ നിന്ന് സറണ്ടർ ആകേണ്ടത്. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പതുക്കെ ആ കാര്യങ്ങൾ നിങ്ങളെ ബന്ധിപ്പിക്കില്ല, ഓക്കെ. സെക്കൻഡ് കാർഡാണ് ഐ സറണ്ടർ ഇറ്റ് ഓൾ. ഒരു കാര്യവും നടക്കുന്നില്ല, അല്ലെങ്കിൽ വിഷമങ്ങൾ ഏറെയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഏറെയാണെങ്കിൽ ഡിവൈനോട് പറയുക ഞാൻ എല്ലാം സറണ്ടർ ചെയ്യുന്നു, ഐ സറണ്ടർ ഇറ്റ് ഓൾ, ഓക്കെ. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ റീഡിങ്, ഓക്കെ. ഈ റീഡിങ് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.